കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ദിവസം രാവിലെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന ഈ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസൻ പ്രിയ ജോയിച്ചായൻ, ഇവിടെ ആയിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തദാസന്മാർ, വാത്സല്യ ദൈവമക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെയും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാരെ, കുടുംബങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രിയ ഞങ്ങളുടെ ബേബിച്ചാനെ, പി കെ തോമസങ്ങളെ ഓർത്ത്, എൻ്റെ കുടുംബത്തെ ഓർത്തൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നോട് ഒരുമിച്ച് ഈ മഹനീയമായ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ 20 വർഷങ്ങളായി ഈ പട്ടണത്തിൽ നടക്കുവാൻ കർത്താവ് കരുണ ചെയ്തല്ലോ. ഈ വർഷവും ഇപ്രകാരം ഈ മീറ്റിംഗുകൾ ക്രമീകരിക്കുവാൻ കർത്താവിന്റെ ദാസന്മാർക്ക് കർത്താവ് കൊടുത്ത എല്ലാ ദൈവകൃപയ്ക്കായും കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലെ മീറ്റിംഗുകൾ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതൊരു കൺവെൻഷൻ വേദിയല്ലെന്ന് എനിക്കറിയാം. ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ സന്നിധി നമുക്ക് ഒരുമിച്ചായിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടട്ടെ, ചിലരേക്കിനും കർത്താവിന്റെ രാവിലെ തൊടട്ടെ. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ദൈവദിന ധ്യാനത്തിനായി തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിപ്പാനായി പോകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യം. അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നതേ എന്ന് പറഞ്ഞു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാതെ അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. നീ ഊരിൽ കടക പോലും അരുത് എന്നവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ഗലീലയിൽ സംഭവിക്കുന്ന, പ്രത്യേകിച്ച് ബേത്സയിൽ സംഭവിക്കുന്ന വളരെ മനോഹരമായ ഒരു സംഭവത്തിന്റെ ഒരത്ഭുതത്തിന്റെ വിശദീകരണമാണ് സുവിശേഷകനായ മർക്കോസ് ഇവിടെ കൈമാറുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവിൽ വിവിധ തരത്തിലുള്ള ആത്മീക ശുശ്രൂഷകൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന ഈ ആളുകൾ വ്യത്യസ്തമായ ആവശ്യങ്ങളും വിവിധ തരത്തിലുള്ള ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെയായി കർത്താവിന്റെ അടുക്കൽ വന്നിട്ടുള്ള ആളുകളാണെന്ന് സുവിശേഷങ്ങൾ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ യേശുവിന്റെ അടുക്കൽ വന്നവരെയെല്ലാം നമ്മുടെ കർത്താവ് വിടുവിക്കുവാൻ, സൗഖ്യമാക്കുവാൻ, സമാധാനത്തോടെ പറഞ്ഞയക്കുവാൻ തയ്യാറായി. യേശുവിന്റെ അടുക്കൽ വന്ന ആ കൂട്ടത്തിലുള്ള ആളുകൾ എല്ലാവരും കർത്താവിന്റെ ഒരു വാക്കുകൊണ്ട് സൗഖ്യം പ്രാപിച്ച് മടങ്ങിയവരാണ്. അല്ലെങ്കിൽ കർത്താവ് അവരെ തൊട്ടപ്പോൾ 1-ാമത്തെ സ്പർശനത്തിൽ തന്നെ കർത്താവിന്റെ കരം അവരുടെ മേൽ വരുമ്പോൾ പരിപൂർണമായ സൗഖ്യമുള്ളവരായി മടങ്ങിപ്പോകുവാൻ അവസരമുണ്ടായവരാണ് യേശുവിന്റെ അടുക്കൽ വന്നവരെല്ലാവരും. എന്നാൽ ഈ ഒരു സംഭവം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ ഒരു സംഭവത്തിന്റെ പ്രത്യേകത, കർത്താവായ യേശുക്രിസ്തു ഈ മനുഷ്യന്റെ മേൽ തന്റെ കൈവച്ച് കർത്താവിനെ തൊട്ട് സൗഖ്യമാക്കിയെങ്കിലും തിരുവെഴുത്ത് വഹിക്കുന്നു, അവന് സ്പഷ്ടമായി കാണാൻ കഴിഞ്ഞില്ല. അവന്റെ കാഴ്ച ഭാഗികമായിരുന്നു. അല്ലെങ്കിൽ അവന്റെ മേലുണ്ടായിരുന്ന ആ പ്രയാസത്തിന്റെ പരിഹാരം ഇൻസ്റ്റന്റേനിയസ് ആയി സംഭവിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പരിധിവരെ പറഞ്ഞാൽ അപൂർണമായ ഒരു സൗഖ്യം ഈ മനുഷ്യന്റെ മേൽ വന്നു എന്നതാണ് സത്യം. അതുകൊണ്ടാണ് പിന്നീട് തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നത്, അവൻ മേൽപോട്ട് നോക്കി മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ എന്നൊക്കെ പറയാൻ ഇടയായതിന്റെ കാരണം അപൂർണമായ ഒരു സൗഖ്യമായിരുന്നു
ഈ മനുഷ്യന്റെ മേൽ വരാനിടയായി. തിരുവെഴുത്ത് വായിക്കുന്നു, ഈ മനുഷ്യനെ കർത്താവ് രണ്ടാമത് ഒന്നുകൂടെ സ്പർശിക്കുവാനിടയായി. There was a second touch. രണ്ടാമത്തെ ഒരു സ്പർശനം. ഇന്ന് രാവിലത്തെ നമ്മുടെ ഈ സന്ദേശത്തിന്റെ തലക്കെട്ടും അത് തന്നെയാണ്, രണ്ടാമതൊരു സ്പർശനം. ഇന്ന് രാവിലെ നമുക്കൊക്കെ ആവശ്യമുണ്ട്. ഒരിക്കൽ കർത്താവിൽ നിന്ന് സ്പർശനം അനുഭവിച്ചിട്ട് കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്ത് പോരുന്ന ദൈവമക്കളാണ് ഇവിടെയുള്ളവരൊക്കെ. കർത്താവിന്റെ സ്പർശനം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടും ഇന്നും ജീവിതത്തിന്റെ പല വേദികളിലും തളർന്നിരിക്കുന്നവരൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. മടങ്ങി പോകുമ്പോൾ കർത്താവിന്റെ ഒരു സ്പർശനം ഒരിക്കൽ കൂടെ അനുഭവിച്ച എന്റെ യേശു ഇന്ന് എന്നെ തൊട്ടു. ഈ ആരാധന മധ്യ കർത്താവിന്റെ കരം എന്റെ മേൽ ദൈവം അയച്ചു എന്ന് പറഞ്ഞു മടങ്ങിപ്പോകാൻ ഈ പകല് ദൈവം ഇടയാക്കേണ്ടതിന് വളരെ ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. വിശാലമായി ഈ സന്ദേശം എനിക്ക് ലഭിച്ച ഈ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഓർപ്പിച്ച അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടെ സമയം വർദ്ധിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ സന്ദേശത്തിലേക്ക് ഞാൻ പ്രവേശിക്കുവാനായി ആഗ്രഹിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം എഴുതുമ്പോൾ സുവിശേഷം ആരംഭിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, കർത്താവായ യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷകനായ മർക്കോസ് തന്റെ സന്ദേശം ആരംഭിക്കുന്നത്. 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ വളരെ കൃത്യമായി കർത്താവിന്റെ ദാസനായ മർക്കോസ് സുവിശേഷത്തിന്റെ ആരംഭത്തിൽ യോഹന്നാനെ പരിചയപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ വിശദീകരണത്തിലേക്ക് വരാൻ കർത്താവിന്റെ ദാസൻ തയ്യാറാവുകയാണ്. ദൈവരാജ്യത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് സ്തോത്രം പിശാചിന്റെ മേഖലകളോട്, അന്ധകാരത്തിന്റെ മേഖലകളോടൊക്കെ പടവെട്ടുന്ന ദൈവരാജ്യത്തിന്റെ മഹനീയമായ സന്ദേശം കൈമാറിക്കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സന്ദേശം കൈമാറേണ്ടതിന് സുവിശേഷകന്മാർ ശ്രമിക്കുകയാണ്. അങ്ങനെ അവർ ശ്രമിക്കുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് കർത്താവിന്റെ ശുശ്രൂഷകളെ കുറിച്ച് അവർ വിശദീകരിക്കാനായി ആരംഭിക്കുന്നത്. കർത്താവിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഒരു വരയിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യപ്പെടാൻ പോകുന്നതിന് മുൻപ് ഏറ്റവും മനോഹരമായ ഒരു സന്ദേശം നമ്മുടെ കർത്താവ് കൈമാറി കൊടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ കൈമാറി കൊടുക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ ആവിർഭാവം എന്നാണെന്ന്, ദൈവരാജ്യത്തിന്റെ ആഗമനം എന്നാണ് എന്നൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് കർത്താവിനോട് പറയുന്നു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്റെ സാക്ഷികളായിട്ട് മാറണം. യേശു അവരോട് പറഞ്ഞു വിടുന്നത്, ഞാൻ ഇതുവരെ ആരംഭിച്ചു വന്ന, ഇതുവരെ നടത്തിക്കൊണ്ട് വന്ന എന്റെ ശുശ്രൂഷയുടെ പിന്തുടർച്ചകൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെല്ലണമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നൊക്കെ പറഞ്ഞ കർത്താവിന്റെ ശിഷ്യന്മാരെ യേശു കർത്താവ് നിയോഗിക്കുവാൻ ഇടയാവുകയാണ്. യെരൂശലേമിലേക്ക് കർത്താവ് തന്റെ ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിലേക്ക് വരുന്ന വിശദീകരണവും 8-ാം അധ്യായം 9-ാം അധ്യായം ഒക്കെ വരുമ്പോൾ നമ്മൾ വഹിക്കുന്നുണ്ട്. കർത്താവിന്റെ ദാസന്മാര്, യേശുവിന്റെ ശിഷ്യന്മാർ കർത്താവിന്റെ കൂടെ പോകുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ യേശുവിന്റെ കൂടെ പോകുമ്പോൾ പല കാര്യങ്ങളും ദൈവരാജ്യത്തിന്റെ മഹനീയമായ ആവിർഭാവത്തെ കുറിച്ചൊക്കെ വളരെ വിശാലമായി പങ്കുവെച്ചു കൊടുക്കാൻ കർത്താവായ യേശുക്രിസ്തു തയ്യാറായെങ്കിലും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ല. യേശുവിന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ച് യേശുവിന്റെ ചിന്തകൾ, കർത്താവിന്റെ പഠിപ്പിക്കലുകൾ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ കഴിയാതെ പോയ ഒരു കൂട്ടം ആളുകളാണ്. പലതും അവർക്ക് അജ്ഞമായിരുന്നു, പലതും അവര് മനസ്സിലാക്കിയില്ല, പലതിനെ കുറിച്ച് ഗ്രഹിക്കാൻ അവരുടെ കണ്ണുകളും ഹൃദയങ്ങളും തുറക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും ദൈവരാജ്യത്തിന്റെ സന്ദേശം വളരെ മനോഹരമായിട്ട് നമ്മുടെ കർത്താവ് പങ്കുവെച്ചു കൊടുക്കുകയാണ്. ഒരു കാര്യം സത്യമാണ്, ഇതുപോലെയുള്ള ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. യേശുവിന്റെ കൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ കർത്താവിനെ വ്യക്തിപരമായി മനസ്സിലാക്കാം, യേശുവിന്റെ പ്രവർത്തികളെ കുറിച്ച് വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിലും ആളുകൾക്ക് കഴിയാതെ പോകുന്നു എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമല്ലേ? കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നവരാണെന്ന് ഒരിക്കൽ കേട്ട് അവസാനിപ്പിച്ചു പോകുന്ന ഒരു ആത്മീക സമൂഹത്തിന്റെ മധ്യത്തിൽ ഇന്ന് രാവിലെ ഈ ആലയത്തിൽ, ഈ ആരാധന മധ്യേ കർത്താവിന്റെ മഹത്വം
കൊതിയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ഈ സംഭവം നടക്കുന്നത് ബേത്സയിദയിൽ. യാതൊരു തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലം. തിരുവനന്തപുരമായിരിക്കുന്നു കോരസിനെയും ബേത്സയിദയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശാസിച്ച രണ്ട് സ്ഥലങ്ങളാണ്. അപ്പോൾ തന്നെ കർത്താവിന്റെ അത്ഭുതങ്ങൾ തുടർച്ചയായി നടന്ന യേശു ശുശ്രൂഷയുടെ ബന്ധത്തിൽ പല ആവർത്തി പോയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഗലീല, യോർദാൻ നദി ആരംഭിക്കുന്ന അവിടെ ആരംഭിക്കുന്നു തൊട്ട് നോക്കിയ ഗലീല കടലിന്റെ തൊട്ടു മുകളിലുള്ള ഒരു സ്ഥലമാണ് ബേത്സയിദ. ജാതികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. യേശുവിന്റെ ശുശ്രൂഷ തുടർച്ചയായി കർത്താവ് ചെയ്തിട്ടും കർത്താവിനെ വിശ്വസിക്കാൻ കഴിയാതെ പോയ, കർത്താവിന്റെ ശുശ്രൂഷയുടെ ഭാഗമായി അവർക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാതെ പോയ ഒരു കൂട്ടം ആളുകൾ പാർക്കുന്ന സ്ഥലമാണ് ബേത്സയിദ എന്ന് പറയുന്ന സ്ഥലം. കോരസിനെ കുറിച്ചും ബേത്സയിദയെ കുറിച്ചും നമ്മൾ കൃത്യമായി പിന്നീടുള്ള വിശദീകരണങ്ങളിലൊക്കെ വായിക്കുവാൻ ഇടയാകുന്നുണ്ട്. 11-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ വായിക്കുമ്പോൾ നമ്മൾ യേശു കർത്താവ് ആ ദേശത്തെ ന്യായവിധിക്ക് വിധേയമാക്കുന്നതിനെ കുറിച്ചും നമുക്ക് വായിപ്പാനായി കഴിയുന്നുണ്ട്. ആ വിശദീകരണത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ബേത്സയിദയിൽ പാർക്കുന്ന ഒരു മനുഷ്യനുമായി കർത്താവ് കണ്ടുമുട്ടി അവനെ കർത്താവ് സൗഖ്യമാക്കുന്ന ഒരു വിശദീകരണമാണ് സുവിശേഷകനായ മർക്കോസ് നമുക്ക് നൽകുന്നത്. ഈ ചരിത്ര ഭാഗം ഒരു കഥയായി പങ്കുവെക്കാതെ 5 പ്രധാനപ്പെട്ട ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശദീകരണങ്ങൾ ഒത്തിരി നൽകാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ ഈ 5 ലെസൺസ്, പാഠങ്ങൾ ഈ രാവിലെ നമുക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുവിന്റെ അടുക്കൽ കുരുടനായ ഈ മനുഷ്യനെ കൊണ്ടുവന്നു എന്നാണ് 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അവനെ, കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. കൊണ്ടുവന്നു എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മറ്റാരുടെയോ സഹായത്താൽ ഈ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നതാണ് എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഏതൊക്കെയോ കൂട്ടുകാർ യേശുവിന്റെ അടുക്കലേക്ക് ഈ മനുഷ്യനെ സൗഖ്യമാക്കേണ്ടതിന് കൊണ്ടുവന്നതാണ്. സത്യം പറഞ്ഞാൽ അവന്റെ കൂട്ടുകാർ, അവന്റെ സുഹൃത്തുക്കൾ, ഒരുപക്ഷെ അവനോട് അടുത്തിടപെടുന്ന ആളുകൾ ഈ മനുഷ്യന് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നതാണ് എന്ന് ചിന്തിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ട്. ഇതുപോലെ ഒരു സംഭവം 2-ാം അധ്യായത്തിൽ നമ്മൾ വഹിക്കുന്നു. പക്ഷപാത രോഗിയായ ഒരു മനുഷ്യനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ച് വഹിക്കുന്നുണ്ട്. 4 പേർ ഒരു മഞ്ചം ചുമന്നുകൊണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. അവൻ പക്ഷപാത രോഗിയാണ്. അവന്റെ സുഹൃത്തുക്കളുടെ ആഗ്രഹം ഈ മനുഷ്യന് സൗഖ്യമുണ്ടാകണം. അപ്പൊ യേശുവിന്റെ അടുക്കിലേക്ക് സുഹൃത്തുക്കൾ കൊണ്ടുവരുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ശ്രദ്ധിക്കണം, അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അവർക്ക് ചില നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ സുഹൃത്തുക്കൾ യേശുവിന്റെ അടുക്കലേക്ക് അവരെ കൊണ്ടുവരികയാണ്. ഞാൻ ആശയത്തെ ഇങ്ങനെ പറയട്ടെ, സൗഹൃദ ബന്ധങ്ങൾ നല്ലതാണ്. യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാനും യേശുവിൽ നിന്ന് അകറ്റിക്കളയാനും സൗഹൃദങ്ങൾക്ക് സ്ഥാപിക്കും എന്നുള്ള കാര്യം മറക്കരുത്. ചിലരെ കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ ചില സുഹൃത്തുക്കളെ, ചില സൗഹൃദങ്ങളെ കർത്താവ് ഉപയോഗിക്കുമ്പോൾ തന്നെ ചില സൗഹൃദങ്ങൾ യേശുവിൽ നിന്ന് അകറ്റിക്കളയാൻ ഇടയാക്കുമെന്നുള്ള കാര്യം കൂടെ ഇന്ന് രാവിലെ നാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാം അധ്യായം 9 മുതലുള്ള വാക്യത്തിൽ സൗഹൃദ ബന്ധത്തിന്റെ 2 വ്യക്തികളെ കുറിച്ച് തിരുവനന്തപുരത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന വളരെ മനോഹരമായ ഒരു വിശദീകരണം സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ വായിക്കുക. ഒരുവൻ വീണാൽ അവനെ മറ്റവൻ എഴുന്നേൽപ്പിക്കാൻ കഴിയും. 2 പേർ ഒരുമിച്ച് കിടന്ന അവർക്ക് കുളിർമാറുമല്ലോ. മറ്റൊരു ഭാഗം പറയുന്നു, ഒരുവൻ ഒരുവനെ ആക്രമിച്ചാൽ 2 പേരുണ്ടെങ്കിൽ ഒരുവനെ സഹായിക്കാൻ തന്റെ സുഹൃത്തിന് കഴിയുമെന്നുള്ള ഒരു വിശദീകരണം നാം അവിടെ വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പോലും ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരെ വിളിച്ചത് എന്റെ സ്നേഹിതന്മാരെന്ന. അവ സൗഹൃദത്തിന്, സ്നേഹബന്ധത്തിന് നമ്മുടെ കർത്താവ് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നു.
വായിക്കുന്നു, നല്ല സ്നേഹിതന്മാരുണ്ടെങ്കിൽ അവർ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ പരമ. അപ്പോ തിരുവെടുത്ത നല്ല സൗഹൃദത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മെ സഹായിക്കാൻ കഴിയുന്നവർ, നമ്മെ അപ്ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നവർ, നമ്മെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നവർ, നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മെ വളർത്തിയെടുക്കാൻ കഴിയുന്നവർ, നല്ല സൗഹൃദങ്ങൾ തിരുവെടുത്ത് മനോഹരമായി നമ്മെ ഓർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അപ്പോൾ തന്നെ അറിയണം, നല്ല സൗഹൃദങ്ങൾ അല്ലെങ്കിൽ അത് കർത്താവിന്റെ നിന്ന് നമ്മെ അകറ്റിക്കളയുമെന്ന് മറക്കരുത്. തിരുവെടുത്തിൽ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നു, 1 കൊരിന്ത്യലേഖനം അതിന്റെ 15-ാം അധ്യായം 33-ാമത്തെ വാക്യം, ബാഡ് കമ്പനി കറപ്റ്റ്സ് ഗുഡ് മോറൽസ് എന്ന മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നത്. ഒരല്പം ട്രാൻസ്ലേഷൻ പ്രശ്നമുണ്ടെങ്കിലും ഇംഗ്ലീഷും വളരെ ക്ലിയറാണ്. നല്ല ബന്ധമല്ലെങ്കിൽ അത് നമ്മെ തകർത്ത് കളയുമെന്ന് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തിരുവെടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അപകടങ്ങൾ പലതും സംഭവിച്ചത്, ദൈവത്തിന്റെ ദാസന്മാർക്ക് സംഭവിച്ചത് തിരുവെടുത്ത് നമ്മെ ഓർപ്പിക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ കൃത്യമായി ആ ഒരു വിശദീകരണവും ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കാനിടയാകുന്നത്. അങ്ങനെ വരുമ്പോൾ സംഭവിച്ച ചില അപകടങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ വിഷയത്തിലേക്കൊന്ന് മടങ്ങി വരാം. ദൈവത്തിന്റെ ദാസനായ യോശുവയുടെ കാലത്ത് സംഭവിച്ച ഒരു ചരിത്ര സംഭവം ഒന്ന് ഓർപ്പിച്ചിട്ട് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ദൈവത്തിന്റെ ദാസനായ മോശ, യോശുവയും കാലേബും ബാക്കി 10 പേരും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിനെ ദേശം ഒറ്റുനോക്കേണ്ടതിന് പറഞ്ഞയച്ചു. അവർക്ക് കടന്നു ചെല്ലേണ്ട, പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത അവരുടെ രാജ്യത്തേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക് അവര് ചെല്ലുവാൻ തയ്യാറെടുക്കുമ്പോൾ വഴിയിൽ വെച്ച് മോശ ദൈവത്തിന്റെ യോഗപ്രകാരം ചില വ്യക്തികളെ ആ ദേശത്തേക്ക് ഒന്ന് ഒറ്റുനോക്കേണ്ടതിന് പറഞ്ഞയച്ചു. അവര് ദേശത്ത് ചെന്നു. അവര് ദേശത്തിൽ വെച്ചു നോക്കി, അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടു, അവിടുത്തെ ഫലഭൂയിഷ്ടമായ ദേശം അവര് മുഴുവൻ ഒറ്റുനോക്കി കണ്ടു, ആളുകളെ കണ്ടു. അവിടെ ചെന്ന് കണ്ട് ദേശം മുഴുവൻ ഒറ്റുനോക്കി മടങ്ങി വരുമ്പോൾ മടങ്ങി വന്ന കൂട്ടം 2 കൂട്ടമായി മാറുകയാണ്. ഭൂരിപക്ഷം ആളുകൾ, ഏതാണ്ട് 10 പേർ ഒരുമിച്ച് പറഞ്ഞു, ആ ദേശത്തേക്ക് ചെല്ലാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ആ ദേശത്ത് ചെന്ന് അതിനെ കീഴടക്കാൻ നമ്മെ കൊണ്ട് കഴിയില്ല. അവിടെ അനാഖ്യ മല്ലന്മാരുണ്ട്, ദേശത്ത് മല്ലന്മാരുണ്ട്, അധികാരന്മാരുണ്ട്. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. ഒരിക്കൽ പോലും ആ ദേശത്ത് ചെന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് അവകാശം പറഞ്ഞ ദേശമാണെന്ന് ഒരിക്കലും പറഞ്ഞ് ഏറ്റെടുക്കാൻ നമ്മെ കൊണ്ട് കഴിയില്ല. ഒരിക്കലും അത് കൈപിടിക്കാൻ നമുക്ക് പറ്റില്ലെന്ന് പറഞ്ഞ ഭൂരിപക്ഷം ആളുകളും പറയുമ്പോൾ ന്യൂനപക്ഷം 2 പേര് മാറുന്നെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, യോശുവയും കാലേബും പറയുക, അങ്ങനെയല്ല. യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ, നമ്മുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ അവകാശ ഭൂമിയെ നമ്മുടെ കാൽക്കീഴിലാക്കുവാൻ സ്വർഗ്ഗം നമുക്ക് അവസരം തരും. അതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. ഞാനത് രാവിലെ അവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് കൈമാറാൻ ആഗ്രഹിക്കുക. ഭൂരിപക്ഷം എന്ന് പറയുന്നു എന്നല്ല, അധികാരിമാർ ഉണ്ടെന്നുള്ള കാഴ്ചയല്ല. എന്റെ ദൈവം എന്നോട് പറഞ്ഞതാണെങ്കിൽ, എന്നോട് അരുളി ചെയ്തതാണെങ്കിൽ, അവന്റെ അരുളപ്പാടുകൾ അതുപോലെ സംഭവിക്കുമെന്ന് ഈ പരമാത്മാവ് പറയാൻ കഴിയുന്ന സകല ദൈവമക്കളെ പറയണം. അധികാരിമാരല്ല എനിക്ക് വിഷയം, എന്റെ ദൈവത്തിന്റെ വാക്ക്. ഇവരവരെ ആളുകളെന്ന് പറഞ്ഞു എന്നല്ല, ശേഖന്മാരെന്ന് പറഞ്ഞു എന്നല്ല, രാജ്യമെന്ന് പറഞ്ഞു എന്നല്ല, പറഞ്ഞത് ദൈവമാണെങ്കിൽ
ഒരുപാട് പേര് ആ ജനത്തെ മുഴുവൻ മാറ്റി നിർത്തി. സംഖ്യാപുസ്തകം 1 നമ്മൾ വായിച്ചു വരുമ്പോ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം കൂടെ വായിക്കുന്നുണ്ട്. ജനം മുഴുവൻ മോശയെ കല്ലെറിയാൻ വേണ്ടി, യോശുവയെയും കാലേബിനെയും കല്ലെറിയാൻ വേണ്ടി അവര് കല്ല് കൈ പിടിച്ചോണ്ട് നിൽക്കുക. കാരണം ഈ ജനം മുഴുവൻ ഇവിടെ പട്ടുപോകുമെന്നുള്ള ഭയം. തിരുവെടുത്ത് വായിക്കുന്നത് എന്നറിയാമോ? യഹോവയുടെ തേജസ് അവിടെ ഇറങ്ങി. കല്ലെറിയാൻ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി. യോശുവയെയും കാലേബിനെയും മോശയെ പൊതിയുന്ന ദൈവത്തിന്റെ തേജസ് കല്ലെറിയാൻ ആളുകൾ കൈയുയർത്തി നിന്നാലും ഒരു പൊടിമണ്ണ് പോലും നിന്റെ മീതെ വീഴാതെ നിന്നെ പരിപാലിക്കാൻ കഴിയുന്ന യഹോവയുടെ തേജസ് ഇന്ന് രാവിലെ ആലയത്തിൽ അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് ഈ പകരം വ്യാപരിക്കേണ്ടതിന് എത്രവരെ ദൈവത്തിന് സ്തോത്രം പറയും. ആ തേജസ് നിറവേറ്റാം. ജീസസ്, ഹല്ലേലൂയ. കല്ലെറിയാൻ നിൽക്കുന്നതിന് മുമ്പിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയാണ്. അങ്ങനെയൊക്കെ എവിടെയൊക്കെ എറിഞ്ഞുടയ്ക്കാൻ ആളുകള് പല സമയത്തും ഒരുങ്ങിയതൊക്കെയല്ലേ. പക്ഷെ ഉടയ്ക്കാൻ അവൻ സമ്മതിക്കാനോ ഉണ്ട്. കൂടെ നിൽക്കുന്നവൻ കരം പിടിച്ചിട്ടുണ്ട്. വാക്ക് പറഞ്ഞവൻ മാറുകയില്ല. പ്രിയരേ, ഈ പറയുന്ന ദൈവമക്കൾ ഒരു കാര്യം പരിപൂർണമായി ബോധ്യത്തോടെ വിശ്വസിക്കണം. എന്റെ ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റം അതിനകത്തില്ല. സഹോദരങ്ങൾ 10 പേര് മാറി നിൽക്കുമ്പോ 2 പേര് പറഞ്ഞു നമ്മോട് കൂടെ ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് അത് മതി. ഇസ്രായേലിലെ 1ാമത്തെ രാജാവ് ശൗൽ രാജാവ് അധികാരത്തിലേക്ക് വരുമ്പോ ശൗലിന്റെ അടുക്കൽ ആളുകൾ വന്ന് പറഞ്ഞു, മറ്റു ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ജാതികളെ മുഴുവൻ കണ്ട് അവര് വന്നു പോന്ന ചുറ്റുപാടുള്ള രാജ്യങ്ങളെയൊക്കെ കണ്ടപ്പോ അവര് പറഞ്ഞു, ശമൂവേലിനെ പോലെയുള്ള വരുമ്പോൾ ഞങ്ങളെ ഭരിച്ച പോരാ, യഹോവ ഞങ്ങളുടെ രാജാവായിട്ടുണ്ടെന്ന് പറഞ്ഞ പോരാ, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ദൈവം ദൈവം ശമൂവേലിന്റെ കൃത്യമായ ചില വിശദീകരണങ്ങളൊക്കെ അവർക്ക് കൊടുത്തു. അങ്ങനെയല്ല, ഇത് നിങ്ങൾക്ക് വലിയ കെണിയായിരിക്കും, ഇത് വലിയ അപകടമായിരിക്കും എന്ന് പറഞ്ഞു. ചില ആളുകൾ ഒരുമിച്ച് കൂടി അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു പറഞ്ഞു, അങ്ങനെയല്ല, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ആ ഡിമാൻഡിനൊന്ന് ശ്രദ്ധിച്ചേ, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അവന് ഹൃദയം കൊണ്ട് ഒത്തു. യഹോവ ഞങ്ങൾക്ക് രാജാവായിരിക്കണ്ട, ദൈവം ഞങ്ങളുടെ രാജാവാണെന്ന് പറയണ്ട, മറ്റ് ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് വേണം. അതിന്റെ അപകടം എന്തായിരുന്നറിയാമോ? ശൗൽ രാജാവ് യഹോവയായ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ തയ്യാറാകാതെ മാറിപ്പോയി. അവൻ മാത്രമല്ല, ഇസ്രായേൽ ജനം മുഴുവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകത്തക്ക വിധത്തിൽ സാഹചര്യങ്ങൾ മാറി മറിയാനിടയായി. ആഹാബിന്റെ കാലമൊക്കെ വരുമ്പോ ബാലിന്റെ ദൈവങ്ങളും ബാലിന്റെ വിഗ്രഹങ്ങളും ബാലിന്റെ പ്രവാചകന്മാരും അശേരയുടെ പ്രവാചകന്മാരൊക്കെ ദേശത്ത് മുഴുവൻ നിറഞ്ഞാടുന്ന കാഴ്ചയാ. ഞാനൊരു ദൂത് പറയാൻ വേണ്ടിയാ. ദൈവത്തിന്റെ അരുളപ്പാടുകൾ അനുസരിക്കാതെ, അവന്റെ കൽപ്പനകൾക്ക് വിധേയമാകാതെ, കൂട്ടുകാര് പറയുന്നതും സ്നേഹിതന്മാര് പറയുന്നതും വേദവാക്യം എടുത്തതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് ദേശം ബിംബങ്ങളെ കൊണ്ട് നിറഞ്ഞു, ദേശം അന്യ ദൈവങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഒരു കാര്യം ദൂതായിട്ട് പറയാം, നീ അരുളപ്പാട് കേൾക്കേണ്ടത് അയൽവക്കക്കാരനെ എടുക്കുന്നതല്ല, അരുളപ്പാട് കേൾക്കേണ്ടത് വിളിച്ച ദൈവത്തിന് എടുക്കുന്നത്. അത് കേൾക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ ഇതിന് അനന്തര ഫലം എന്ന് പറയുന്നത് വലിയ അപകടം തന്നെയാ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനത്തിൽ നിന്നവര് മാറിപ്പോയി. എനിക്കതൊക്കെ പറയാൻ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സ്തോത്രം. ദേവാസ് പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന ദേവാസൊക്കെ പൗലോസിനെ വിട്ടുപോയതിന്റെ കാര്യം, ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് അവര് പൗലോസിനെ വിട്ടുപോയി, ശുശ്രൂഷ വിട്ടുപോയെന്ന എന്തിനധികം പറയണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് ജനക്കൂട്ടം ഏകഹൃദയത്തോടെ പറഞ്ഞു, അവനെ ക്രൂശിക്കാം. കർത്താവിന്റെ അത്ഭുതം അവര് കണ്ടതല്ലേ, കർത്താവ് കൊടുത്തിയ അപ്പം അവര് ഭക്ഷിച്ചതല്ലേ, കർത്താവിന്റെ മനോഹരമായ സന്ദേശങ്ങൾ അവര് കേട്ടതല്ലേ. പക്ഷെ ഒരുമിച്ച് കൂടി ജനം പറഞ്ഞു, യേശുവിനെ ക്രൂശിക്കണം. ഇന്ന് രാവിലെ എന്റെ ചോദ്യം ഇതാ, ഏത് കൂട്ടുകാരാണ് നീ അടുക്കലുള്ളത്? അവരെ കർത്താവിലേക്ക്
ഒന്ന് തീരുമാനിക്കണം. നമ്മൾ ഇവിടെ ഈ മനുഷ്യനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ തന്റെ കൂട്ടുകാരൻ തയ്യാറായി. ഇനി രണ്ടാമത്തെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ മനുഷ്യനെ യേശു നഗരത്തിൽ നിന്ന്, ഊരിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജാതികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ്. എന്തുകൊണ്ട് കർത്താവ് തീരുമാനിച്ച് ഇത്രയും അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടും അവിടെയുള്ള ആളുകൾ യേശുവിന്റെ അത്ഭുതങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ആ നഗരത്തിൽ വെച്ച മറ്റൊരു അത്ഭുതം കൂടെ ചെയ്യാൻ കർത്താവ് തീരുമാനിച്ചില്ല. അതുകൊണ്ട് യേശു തീരുമാനിച്ചു ഈ നഗരത്തിൽ നിന്ന് അവനെ വെളിയിലേക്ക് കൊണ്ടുപോകണം. അതിന് മറ്റൊരു ഭാഷയിൽ ഇങ്ങനെ ഞാൻ പറയാം, ഈ ഊരിൽ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ യേശു ചെയ്തിട്ടും ഈ ഒരു മനുഷ്യനെ കർത്താവ് വീണ്ടും ഒന്ന് ശ്രദ്ധിക്കുമ്പോ അവന്റെ മേലെ അത്ഭുതം ചെയ്യാൻ കർത്താവ് ശ്രമിച്ച കൂടെയുള്ള ആളുകൾ പറയും ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരെ വിശ്വസിക്കുന്നില്ലല്ലോ. ഇത്രയും കാലം ഈ അത്ഭുതം ചെയ്തിട്ടും കർത്താവ് ഇതുപോലെയുള്ള അടയാളങ്ങളൊക്കെ കോരസിയിലും വേദസയിലും ഒക്കെ ചെയ്തിട്ടും ഒരാൾ പോലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെയുള്ള ഈ മനുഷ്യൻ ഇപ്പൊ യേശുവിന്റെ അടുക്കൽ വന്നാലും കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ആളുകൾ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യേശുവിന് കാര്യം ചെയ്തു, ഈ മനുഷ്യനെ ഊരിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി, നഗരത്തിന് പുറത്തു കൊണ്ടുപോയി. എന്താ കാരണം? അവനോട് വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ നടത്താൻ യേശു തീരുമാനിച്ചു എന്നാണ് അർത്ഥം. വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ. ഞാൻ ഒരു കാര്യം പറയാം, ജനക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ചുണ്ടാകുന്ന ഒരു എൻകൗണ്ടറിനേക്കാൾ കർത്താവിനെ വ്യക്തിപരമായി ഒന്ന് കണ്ടുമുട്ടാൻ നമ്മെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയാൽ അതിന്റെ ഏറ്റവും നല്ല കാര്യം. ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് പലരും കണ്ടു കേട്ടു ഒരു ഓണത്തിന്റെ പിന്നാലെ ആളുകൾ പോകുമ്പോൾ ഇന്നലെ അവരെ കർത്താവ് മാറ്റിക്കൊണ്ടുപോയി നമ്മെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മോട് കൃത്യമായിട്ട് ഇടപെടാൻ, നമ്മോട് സംസാരിക്കാൻ കർത്താവ് ഒന്ന് ആഗ്രഹിച്ചാൽ അതിന് വിധേയപ്പെട്ടു പഠിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ടെന്ന് ഇന്നലെ അവരെ എനിക്ക് അറിഞ്ഞുകൂടാ. നീ ഒറ്റയ്ക്ക് മാറ്റി നിർത്തി ഏകനാക്കി നിൽക്കേണ്ടി വന്നിട്ട് അവരെ കർത്താവ് ഒന്ന് തൊടുന്ന നല്ല അനുഭവം. അതല്ലേ സത്യത്തിൽ നമുക്ക് വ്യക്തിപരമായിട്ട് ആവശ്യമുള്ളത്. ഞാനൊന്ന് വിശദീകരിക്കാം. ഒരു ഭൂമിയിലെ അടികളെ മേടിച്ചുകൊണ്ട് പോകുന്ന മോശയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഒരു ദിവസം, സാധാരണ ദിവസം, ദൈവത്തിന്റെ ദാസനായ മോശെ ആടുകളെ മേയിച്ചുകൊണ്ട് പോകുമ്പോൾ തിരുവഴുത്ത് വായിക്കുന്നു, അവൻ മരുഭൂമിയുടെ അപ്പുറത്തെത്തി. ഒരു സാധാരണ ദിവസമാണ്, ഒരു പ്രതീക്ഷയില്ല, എന്തെങ്കിലും സ്പെഷ്യലായി സംഭവിക്കുമെന്നുള്ള ഒരു ചിന്തയെ തന്നെ അകത്തില്ല. എല്ലാ ദിവസം പോലെ എഴുന്നേറ്റു, എല്ലാ ദിവസം പോലെ ആടുകളെ അഴിച്ചുവിട്ടു. അതിനെ പോഷിപ്പിക്കേണ്ടതിന് പച്ചമേച്ചിലേക്ക് അവനെ ആടുകളെ കൊണ്ടുപോകുക. പ്രത്യേകമായിട്ടൊന്ന് സംഭവിക്കുമെന്ന് അന്നത്തെ ദിവസം മോശ ചിന്തിച്ചില്ല. പക്ഷെ ദൈവം അവനെ വലിച്ചുകൊണ്ട് പോയത് പർവ്വതത്തിന്റെ മുകളിലേക്ക്. അവിടേക്ക് എത്തുമ്പോൾ കത്തിത്തീരാത്തൊരു മുൾപ്പടർപ്പ് കണ്ടു. അവൻ ദൈവത്തിന്റെ സന്നിധിയോട് അടുത്തു വരികയാണ്. ഞാൻ ദൂതിലേക്ക് ഒന്നുകൂടി ആഴത്തിൽ നിങ്ങളെ കൊണ്ടുവരട്ടെ. ചില മരുഭൂമികളുടെ അപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിച്ചു കൊണ്ടുപോകുമ്പോൾ ആ ദിവസവും ഒരു സാധാരണ ദിവസമാകാം. പക്ഷെ ചിലതെല്ലാം എന്റെ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. നീ ഇന്നു വരെ കാണാത്തത്, നീ ഇന്നു വരെ ചിന്തിക്കാത്തത്, മരുഭൂമിക്കപ്പുറത്ത്
പർവ്വതത്തിന് മുകളിൽ ഏലിയാവ് നിൽക്കുക. ഏലിയാവിന് ഇഷ്ടം യോർദാന്റെ തീരത്ത് അല്ലെങ്കിൽ കെരീത്തിന്റെ തീരത്ത് ഏലിയാവിന് ഇരിക്കാനാ കുറച്ചുകൂടെ ഇഷ്ടം. പക്ഷേ ദൈവം തീരുമാനിച്ചു അങ്ങനെയല്ല, അവനെ ഒന്ന് വലിച്ചോണ്ട് വരിക. ആഹാബിന്റെ കൊട്ടാരത്ത് ദൂത് പറഞ്ഞ ദൈവത്തിന്റെ ദാസനായ ഏലിയാവിനെ ഒറ്റയായി നിർത്തുന്നതിന് കെരീത്ത് തോട്ടിലേക്ക് ദൈവം അയച്ചു. അവിടെയും അവസാനിപ്പിച്ചില്ല. ദൈവത്തിന്റെ ആത്മാവിനെ നിയോഗിക്കുന്നത് കർമ്മേൽ പർവ്വതത്തിന് മുകളിൽ ബാലിന്റെ ബലിപീഠങ്ങളിൽ ആരാധന അർപ്പിച്ച ബാലിന്റെ പ്രവാചകന്മാരെയും അവൻ അശേരയുടെ പ്രവാചകന്മാരെയും ദൈവനാമത്തിൽ കീഴ്പ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ യാഗപീഠം പുതുക്കി പണിത് ഇസ്രായേൽ ജനത്തെ ദൈവത്തിലേക്ക് മടക്കി വരുത്താൻ ദൈവത്തിന്റെ നിയോഗത്തിന് വേണ്ടി ഏലിയാവിനെ ദൈവം മാറ്റി നിർത്തുകയാണ്. ഞാൻ രാവിലെ ദൂത് പറയാൻ ആഗ്രഹിക്കുക. ചിലതിനെ ദൈവം ഇന്ന് രാവിലെ അക്കമിട്ട് എണ്ണമിട്ട് ഒന്ന് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുക. ഇതുവരെ നിനക്ക് ജയിക്കാൻ കഴിയാത്ത മേഖലകളിൽ, തോറ്റുപോയ മേഖലകളിൽ, നിന്റെ തല മുൻപിട്ട മേഖലകളിൽ, നിന്റെ കുടുംബത്തിന്റെ തല അവൻ കുമ്പിട്ടുപോയ മേഖലകളിൽ അതിനെ ഉയർത്തിപ്പിടിച്ചു നിർത്താൻ ദൈവത്തിനെ അക്കമിട്ട് അവൻ എടുത്തുയർത്താൻ ഈ രാവിലെ ആവേശത്തിന്റെ നിറവിലേക്ക് ദൈവത്തിനെ നടത്തി കൊണ്ടുവരാം. ഇന്ന് രാവിലെ ആത്മാവിന് പൊതിയുണ്ട്. എത്രപേർ പറയും എനിക്ക് ആവശ്യമാണ്. ഇന്നലെ കർത്താവ് ചിലരെയൊക്കെ മാറ്റിക്കൊണ്ടു പോകുന്നറിയാമോ? ചിലപ്പോൾ കർത്താവ് ഒന്ന് മാറ്റിക്കൊണ്ടു പോകും. ഈ മനുഷ്യനെ ഊരിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോയത് അവനോടൊരു പേഴ്സണൽ എൻകൗണ്ടർ വേണം. മോശയെ മാറ്റിക്കൊണ്ടുപോയത് ഒരു പേഴ്സണൽ എൻകൗണ്ടറില്ല, അവനൊരു പുതിയ നിയോഗം കൊടുക്കാൻ. ഏലിയാവിനെ അവൻ മാറ്റിക്കൊണ്ടു പോയത് എന്താണെന്നറിയാമോ? അവന് ഒരു പുതിയ നിയോഗം കൊടുക്കണം. ചില പദ്ധതികളൊക്കെ ദൈവത്തിന്റെ മനസ്സിലുണ്ട് പ്രിയരെ. ഞാൻ അവനെ ഇതിനകത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ അറിയണം. നിന്നെ ദൈവം ഒറ്റയാക്കിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കുടുംബത്തിൽ നീ ഒറ്റയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിന്റെ സമൂഹത്തിൽ ഒറ്റയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നീ ഇതുവരെ കണ്ട ബന്ധങ്ങൾ പലതും നിന്നിൽ നിന്ന് അകന്നു പോയി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, പുതിയ നിയോഗങ്ങൾ തരാൻ സമയമായി എന്ന് മനസ്സിലാക്കണം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിയോഗങ്ങൾ നിന്റെ മേൽ വെച്ചു തരാൻ എന്റെ ദൈവത്തിന് സമയമായി എന്ന് ചിന്തിച്ചോക്കണം. ആരെ സഹായമില്ലെന്ന് ഇന്നലെ അവരെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവമാവ് ദൂത് കൈമാറിയ ഒരു ദൈവ പ്രവർത്തിക്ക് സമയമായി. അത് ദൈവത്തിന്റെ സമയമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ഒറ്റയാണെന്ന് തോന്നിയ, നീ ഒറ്റയാണെന്ന് തോന്നിയ ഇല്ല വഴിയെന്ന് പറഞ്ഞ മാറി നിൽക്കല്ലേ. ഈ പകല നിയോഗത്തിന്റെ പകല ദൈവത്തിന്റെ നിയോഗത്തിന്റെ പകലായി കാണാം. ഓ ജീസസ്, ദൈവത്തിന്റെ നിയോഗങ്ങളൊക്കെ കൈമാറാൻ ആഗ്രഹിക്കുമ്പോ കർത്താവ് നമ്മെ ഒറ്റയ്ക്കാക്കി മാറ്റും. ഊരിൽ നിന്ന് ഈ മനുഷ്യനെ വെളിയിൽക്കും. കർത്താവിന്റെ ആഗ്രഹം അവനെ ഒന്ന് അവനുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പേഴ്സണൽ എൻകൗണ്ടറിന് വേണ്ടി ദൈവനെ മാറ്റി നിർത്തുകയാണ്. മൂന്നാമത്തെ ആശയത്തിലേക്ക് വരിക. എനിക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം. മൂന്നാമത്തെ ആശയത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ മനുഷ്യനെ ഊരിന് വെളിയിൽ കൊണ്ടുപോയി യേശുവിനെ സൗഖ്യമാക്കാൻ ശ്രമിക്കും. കുരുടനായ ഒരു മനുഷ്യനാണ്. നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്ന യേശു ഈ മനുഷ്യന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു എന്ന കർത്താവിന്റെ അത്ഭുതങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാം? കർത്താവ് എല്ലാവർക്കും ഒരുപോലെ അല്ല അത്ഭുതം ചെയ്തത്. ചിലരുടെ കണ്ണിൽ കർത്താവ് തൊട്ടു, ചിലരുടെ കണ്ണിൽ കർത്താവ് തുപ്പി, ചിലതിന് കർത്താവ് മണ്ണ് കുഴച്ച കണ്ണിൽ പൂശി എന്നൊക്കെ. ചിലരോട് കർത്താവ് ഒരു വാക്കേ പറഞ്ഞുള്ളൂ. ചിലരെ കർത്താവ് തൊട്ടു, ചിലരോട് കർത്താവ് വാക്ക് പറഞ്ഞു. കർത്താവിന്റെ രീതികളെല്ലാം വ്യത്യസ്തമാണ്. നമുക്ക് കർത്താവിന്റെ രീതികളെല്ലാം ഒരുപോലെയാവണമെന്ന് ആഗ്രഹം. എന്റെ സഹോദരൻ എങ്ങനെ ദൈവം തൊട്ടോ അതുപോലെ എന്നെ തൊടണം. എന്റെ അയൽവക്കക്കാരൻ എങ്ങനെ ദൈവം അത്ഭുതം ചെയ്തു അതുപോലെ എനിക്ക് ദൈവം അത്ഭുതം
ഇന്ന് രാവിലെ ദൈവത്തോട് പറയേണ്ടത് എനിക്കായി ഒരു പുതിയ പ്രവൃത്തി കർത്താവ് ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്യാനാണ് കർത്താവിന് ആഗ്രഹം. എന്നും പുതിയത് ചെയ്യാനാണ് കർത്താവിന് ആഗ്രഹം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രാവിലെ ദൈവത്തിന്റെ കരം നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എന്നെ അടുത്തിരിക്കുന്നവന് ചെയ്യുന്നത് പോലെയല്ല, എനിക്ക് വേണ്ടി മാത്രം ഒരു പുതിയ പ്രവൃത്തി ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യാം. എന്റെ ദൈവത്തിന് കരുണ തോന്നണമെന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എന്റെ ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ട് എന്നെ അടുത്തിരിക്കുന്നവരെ തൊടണം. പക്ഷെ അതുപോലെ എന്നെ തൊടണ്ട. എന്നെ ആത്മാക്കാരന് വേണ്ടി ചെയ്തതുപോലെ എനിക്ക് വേണ്ടി ചെയ്യണ്ട. എനിക്കൊരു പുതിയ പ്രവൃത്തി കാണാം. എന്റെ കണ്ണുകളെ തുറക്കണമെന്ന് ഇന്ന് രാവിലെ ദൈവത്തോട് പറയാമോ? നമുക്ക് വേണ്ടി മാത്രം ഒരത്ഭുതം ചെയ്യുന്നവരാണ്. എല്ലാവർക്കും കർത്താവ് ഒരുപോലെയാണ്. കർത്താവിന്റെ ഒരു ബോക്സിലൊന്നുകൂടെ നമ്മുടെ ഒരു പ്രധാന പ്രശ്നം, നമ്മൾ ദൈവത്തിനൊരു പരിധി വെച്ചിട്ടുണ്ട്, ചില പരിമിതികൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. അങ്ങനെ മാത്രം ദൈവം പ്രവർത്തിക്കണമെന്ന് നമ്മുടെ ആഗ്രഹം. കർത്താവിന് ഒരു ബോക്സിലാക്കി വെച്ചേക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത് പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഒരു ബോധ്യവും നമുക്കില്ല. ഇന്ന് രാവിലെ ഞാൻ പറയാം, ഒരുവന്റെ മേൽ കർത്താവ് കൈവച്ചെങ്കിൽ വേറൊരുത്തോട് വാക്കു പറഞ്ഞു വിട്ടതേ ഉള്ളൂ. ചിലരോട് പറഞ്ഞു നീ പോകുന്ന വഴി സൗഖ്യമാകുന്ന. ഈ പകൽ ചിലത് പുത്തനായിട്ട് ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹം. ഇവിടെ ആരാധന മധ്യേ ചിലരുടെ മേൽ ദൈവത്തിന്റെ കരം അതിന്റെ പ്രഭാവത്തോടെ ഇന്ന് രാവിലെ ഇറങ്ങി വരും. ചിലരിന്ന് രാവിലെ യോഗം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ അവന്റെ അത്ഭുതത്തിന്റെ കരം ശരീരത്തിന് വെളിപ്പെടുന്നത് അനുഭവിക്കാൻ തന്നെ ഭാഗ്യം തരും. ചിലരുടെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ടന്റെ ആധിപത്യങ്ങൾ ഇന്നത്തെ ആരാധന മധ്യേ ദൈവകെട്ടുകൾ അടിച്ചു വിടുന്ന മകനാക്കി എന്റെ കർത്താവിന്റെ രാവിലെ മാറ്റും. യേശുവിന്റെ നാമത്തിൽ അതിനെ സംഭവിക്കുന്നു വിശ്വസിക്കാം. എത്ര ദൈവമക്കളും പറയാനോ അത് സംഭവിക്കും. നമുക്ക് രാവിലെ ആ ബോക്സിൽ നിന്ന് ദൈവത്തെ ഒന്ന് വെളിയിൽ കൊണ്ടുവരണം. കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് രാവിലെ എനിക്ക് വേണ്ടി മാത്രം ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി. ഒരുപക്ഷെ ഈ ദൈവസന്നിധി വരുമ്പോ ഒത്തിരി പ്രാർത്ഥനകൾ, ഒത്തിരി ആഗ്രഹം, എനിക്കൊരു ഉപവാസ പ്രാർത്ഥനയൊക്കെ അല്ലേ. നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ ഒത്തിരിയാ. പറയാൻ പറ്റാത്ത ചിലത്, ആരോട് ഷെയർ ചെയ്യാൻ പറ്റാത്തത്, ഒരു മനുഷ്യനോട് പറഞ്ഞ മനസ്സിലാക്കാൻ പറ്റാത്തത്, മനസ്സും നെരിപ്പോട് പോലെ ഇങ്ങനെ കത്തി അമരുന്ന ഒരുപാട് വിഷയങ്ങളൊക്കെ ആയിട്ട് ഇതിനെന്ത് പരിഹാരമുണ്ടെന്ന് ചോദിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ വന്നതായിരിക്കാം. ഏത് കടുങ്കെട്ടും ഇന്ന് രാവിലെ അടിച്ചുവിടാൻ കഴിയുന്ന അധികാരമുള്ള ദൈവം നമ്മുടെ മതത്തിൽ വന്നിട്ടുണ്ട്. ഏത് കടുങ്കെട്ടും അത് കുടുംബത്തിലാണെങ്കിലും അത് തലമുറയിലാണെങ്കിലും ചില കടുങ്കെട്ടുകൾ അടിച്ച ദൈവം മടക്കിവിടാൻ ദൈവത്തിന്റെ കരുണയും പ്രസാദമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയണം. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരം നടക്കുമ്പോ ഈ പകൽ അതിലേക്ക് നടന്നു ദൈവമക്കൾ ആത്മാവിൽ കൊതിക്കണം. എന്റെ ദൈവത്തിന്റെ കാര്യം അത് കുറുകി പോകാത്തതാ. ഈ പകൽ അത്ഭുതങ്ങളെ ചെയ്യാം. നിനക്ക് വേണ്ടി മാത്രം ഒരത്ഭുതം ചെയ്യാം. എന്റെ ദൈവത്തിന് കൊതിയുണ്ട്. അവരത് ചെയ്യുമെന്ന് വിശ്വസിക്കണം. പ്രിയരെ, ഇന്ന് പകൽ ദൈവം അത് ചെയ്യാം. ദൈവത്തിന്റെ സ്തോത്രം. ആ മനുഷ്യനെ കർത്താവ് ഊരിന് വെളിയിൽ കൊണ്ടുപോയി. കർത്താവ് അവന്റെ കണ്ണിൽ തുപ്പി കർത്താവിനെ സൗഖ്യമാക്കുക. ട്രഡീഷനുകളെ കർത്താവ് ഒന്ന് തിരുത്തിയെഴുതി. ട്രഡീഷൻസിനെ കർത്താവ് ഒന്ന് തിരുത്തി എഴുതി. കർത്താവിനെല്ലാം പുത്തനാക്കണം എന്നതാണ് ആഗ്രഹം. ഏറ്റവും മനോഹരമായി ഇതുവരെ കാണാത്ത ചിലത്, ഇതുവരെ സംഭവിക്കാത്ത ചിലത് അവന് വേണ്ടി ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുക. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ മനുഷ്യനെ കർത്താവ് ഒരു വെളിയിൽ കൊണ്ടുപോയി അവനെ സൗഖ്യമാക്കാൻ അവനെ മേല് തുപ്പി കർത്താവ് അവനെ സൗഖ്യമാക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും തിരുവെഴുത്ത് പറയുന്നു, അവനോട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അവന് മറുപടി, അവൻ മുകളിലേക്ക് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ മരങ്ങൾ നടക്കുന്നത് പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവന് ഭാഗികമായ ഒരു കാഴ്ചയെ കിട്ടിയിട്ടുള്ളൂ. അവന് കാഴ്ച കിട്ടി എന്നൊരു തോന്നൽ, പക്ഷെ ഇൻകംപ്ലീറ്റ്, ഒരു പരിപൂർണ
എന്ന് വെച്ചാൽ ഇവൻ നമ്മൾ രണ്ടാമതൊന്നുകൂടെ കൈവച്ചെങ്കിൽ മാത്രമേ ഇവന് പരിപൂർണമായ സൗഖ്യം ഉണ്ടാകുകയുള്ളൂ എന്നതാണ് തിരുവനന്തപുരത്ത് നമ്മുടെ ഭാഗത്ത് മനസ്സിലാക്കേണ്ടത്. ചോദിക്കാൻ ന്യായമായ ചോദ്യം ഉണ്ട്. എന്താ കർത്താവ് സൗഖ്യമാക്കിയ പരിപൂർണമായ സൗഖ്യം ഉണ്ടാവില്ലേ? മറുപടി ഞാൻ പറയാം. ഒരുപക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബേത്സയിദ എന്ന് പറയുന്ന സ്ഥലം അത്രയധികം ജാതീയ ആരാധനയും ജാതീയ സ്വാധീനവും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ച് കർത്താവ് അവനെ സൗഖ്യമാക്കാൻ ശ്രമിച്ചെങ്കിലും അവന് പോലും പരിപൂർണമായി അതിനെ സ്വീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവനിങ്ങനെ വല്ലാതെ കുടുങ്ങിക്കിടക്കുകയാണ്. പലതും അവന് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, പലതും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കർത്താവിന് പോലും ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കോരസീനും ബേത്സയിദയൊക്കെ. നിങ്ങൾ ശ്രദ്ധിക്കണം, ചില കാര്യങ്ങളൊക്കെ ഒരു അവസരം കൊണ്ട് അവസാനിക്കണമെന്ന് നിർബന്ധമില്ല. ചിലത് ആവർത്തിച്ചു പ്രാർത്ഥിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ദാസനായ യോശുവയുടെ കാലഘട്ടത്തിൽ യെരിഹോ കോട്ടയ്ക്ക് ചുറ്റും അവര് ചുറ്റി നടന്നത് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, അവർ 7 പ്രാവശ്യം കോട്ടയ്ക്ക് ചുറ്റി നടക്കുകയാണ്. 7ാമത്തെ പ്രാവശ്യം അവർ ഒരുമിച്ച് ചുറ്റി നടക്കുമ്പോൾ കോട്ട അവരുടെ മുമ്പിൽ വീഴാനിടയായി. ഞാൻ അവരെ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത്, ഒരു പ്രാർത്ഥന കൊണ്ട് ഒരുപക്ഷെ ഒരു പരിഹാരം കിട്ടിയെന്ന് നിർബന്ധം ഉണ്ടാവില്ല. ഒരു പ്രാർത്ഥന കൊണ്ട് ഒരു കാര്യത്തിന് പരിഹാരം കിട്ടിയെന്ന് നിർബന്ധമില്ല. ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് തന്റെ ദാസനെ അവൻ കടൽ തീരത്തേക്ക് അയക്കുമ്പോൾ പറഞ്ഞു വിടുന്നത് ഇങ്ങനെയാണ്: നീ മേഘം കാണുന്നുണ്ടോ? 7ാമത്തെ പ്രാവശ്യമാണ് ദൈവത്തിന്റെ ദാസന്റെ അടുക്കൽ ദാസൻ വന്ന് പറയുന്നത്, കൈപ്പത്തി പോലൊരു മേഘം ഞാൻ കാണുന്നുണ്ട്. ആ സമയം മുഴുവൻ ഏലിയാവ് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. എന്ന 1ാമത്തെ പ്രാർത്ഥനയിൽ കൈപ്പത്തി പോലെയുള്ള മേഘം കാണാൻ പറ്റില്ലായിരുന്നോ? ഇല്ല. ഏലിയാവിന്റെ പ്രാർത്ഥന തുടരുകയാ. 1ാം പ്രാവശ്യം പ്രാർത്ഥിച്ചു, 2ാം പ്രാവശ്യം പ്രാർത്ഥിച്ചു, പക്ഷെ പ്രാർത്ഥന മതിയാക്കിയില്ല. 7 പ്രാവശ്യം ചുറ്റി നടന്നു, പക്ഷെ അവർ ചുറ്റുന്നത് മതിയാക്കിയില്ല. 7ാമത്തെ പ്രാവശ്യം കോട്ട അവരുടെ മുമ്പിൽ വീണു. 7ാമത്തെ പ്രാവശ്യം കൈപ്പത്തി പോലൊരു മേഘം കണ്ടു. ഞാൻ അവരെ ദൂത് കൈമാറാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ഇന്നും മറുപടി കിട്ടാത്തതിന് മുമ്പിൽ എന്റെ ദൈവത്തിന്റെ കാര്യം ഈ ഭവനം വ്യാപരിക്കാൻ എന്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നടക്കാത്തത് മുഴുവൻ എന്റെ ദൈവം ചെയ്യുമെന്ന് എത്ര പേര് അവരെ വിശ്വസിക്കും? ആവർത്തിച്ച പ്രാർത്ഥിച്ച ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ ഏലിയാവിന് കഴിഞ്ഞെങ്കിൽ നമ്മൾ അങ്ങനെയല്ല വിശ്വസിക്കേണ്ടത്. ഒരു ദിവസം കൊണ്ട് ഒരു കാര്യത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ വിട്ടുകളയരുത്, മടുത്തു പോകരുത്, പ്രവർത്തിക്കണം പ്രിയരെ. കർത്താവ് പോലും പ്രാർത്ഥിച്ചത് 3 പ്രാവശ്യം. കർത്താവിന്റെ പ്രാർത്ഥന ഇങ്ങനെയാ: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. കർത്താവ് പോലും 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. എന്താ കർത്താവ് പോലും 3 പ്രാവശ്യം പ്രാർത്ഥിച്ചത്? പ്രാർത്ഥന തുടരേണ്ടതാണെന്ന് പഠിപ്പിക്കുകയല്ലേ. മറുപടി കിട്ടുവോളം പ്രാർത്ഥിക്കണം, ദൈവപ്രവൃത്തി കാണുവോളം പ്രാർത്ഥിക്കണം. അല്ല, ദൈവത്തിൽ നിന്നൊരു വാക്ക് കിട്ടുന്നത് വരെ പ്രാർത്ഥിക്കണം. ഇന്ന് രാവിലെ ഈ ആലയത്തിൽ വന്നിരിക്കുന്നവർ ഒരുപക്ഷെ ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് ദൈവപ്രവൃത്തി കാണാൻ കഴിയാതെ നിരാശരായി തലമുമ്പിട്ട് സങ്കടപ്പെട്ട് ജീവിക്കുകയായിരിക്കാം. ഈ പകരം യേശുവിന്റെ നാമത്തിൽ നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന ഈ വേദിയിൽ ദൈവപ്രവൃത്തികൾ അക്ഷരവഴി കാണാൻ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ, ഒരുപക്ഷെ ഈ ആലയത്തിന് നടുവിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് പോകുമ്പോ മകനീയമായ ദൈവപ്രവൃത്തി അതിന്റെ മഹത്വത്തോടെ കാണാൻ ഈ പകരത്തെ പ്രാർത്ഥന മുഖാന്തരമാക്കേണ്ടതിന് എത്ര പേര് ദൈവത്തോട് പറയും, കർത്താവേ, മടുത്തു പോകുകയല്ല. ഇന്നലെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവം അങ്ങനെ സംഭവിക്കുമെന്ന്. ഇന്ന് രാവിലെ വിശ്വസിക്കാൻ ദൈവമക്കളുടെ ഹൃദയം തുറക്കട്ടെ. പ്രാർത്ഥന അവസാനിപ്പിക്കട്ടെ. മടുത്തു പോകാനിടയാകരുത്. ഒന്നിനു പുറകെ ഒന്നായി പ്രാർത്ഥിക്കാൻ അവർ തയ്യാറാവുകയാണ്. ദൈവത്തിന്റെ ദാസൻ ഏലിയാവിന്റെ അനുഭവത, കർത്താവിന്റെ ദാസൻ യോശുവയുടെ അനുഭവത,
എന്റെ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിന്റെ അനുഭവം പോലും അതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് മടുത്തു പോകാതെ ദൈവത്തിന്റെ കണ്ണിലേക്കൊന്ന് നോക്കാൻ പറ്റുമോ? ഇന്ന് ഒരുപക്ഷെ എന്റെ ദൈവം എനിക്ക് വേണ്ടി നീക്കി വെച്ച ദിവസമാകാം. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം അയക്കുന്ന പകല ഇന്നത്തെ പകലായിരിക്കാം. പി.കെ. തോമസ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നു എന്നല്ല, ഇതെനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ദിവസമാണെന്ന്, എന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ ദിവസമാണെന്ന്, എന്റെ പ്രാർത്ഥനയുടെ മറുപടി എനിക്ക് ദൈവം കൈമാറുന്ന ദിവസമാണെന്ന് ഇന്ന് രാവിലെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എന്റെ ദൈവമക്കൾ ഇന്ന് രാവിലെ തയ്യാറാ. ഏത് രോഗത്തിന്റെ പേരും ആധിപത്യം വയ്ക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ ഈ പകലെ തച്ചുടയ്ക്കാൻ എന്റെ ദൈവത്തിന്റെ കരത്തിന് ഇന്ന് രാവിലെ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അവന്റെ കാര്യം ഈ പകല് ചിലരുടെ മേലിലേക്ക് വരണ്ട. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവ് ചോദിച്ച ചോദ്യം, അതിവിടെ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവ് ചോദിച്ച ചോദ്യം, നീ എന്ത് കാണും? അവർ ഞാൻ മനുഷ്യ പരമെ നടക്കുന്ന പോലെ കാണും. തിരുവഴുത്ത് വായിക്കുന്ന കർത്താവ് ഒരിക്കൽ കൂടി അവന്റെ മേൽ കൈവച്ച, കർത്താവ് വീണ്ടും അവന്റെ മേൽ കൈവച്ചാതെ അവനെല്ലാം സ്പഷ്ടമായി കണ്ടു. എന്ന് വെച്ചാൽ പൂർണ്ണമായ ഒരു ഹീലിംഗ് ഉണ്ടായി. പറഞ്ഞു വരുന്നത് രണ്ടാമതൊരു സ്പർശനം. ഇതുവരെ വന്നതുപോലെയല്ല, കർത്താവ് രണ്ടാമത് അവനെ ഒന്ന് തൊട്ടു. രണ്ടാമത് കർത്താവിനെ തൊട്ടപ്പോ തിരുവഴുത്ത് പറയുന്നവൻ എല്ലാം സ്പഷ്ടമായി കണ്ടു. കർത്താവിന്റെ രണ്ടാമത്തെ സ്പർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കൽ കർത്താവിന്റെ എൻകൗണ്ടർ, സ്പർശനം ഒക്കെ അനുഭവിച്ചവരെ നിങ്ങൾ ഞാനും ഒക്കെ. ഇന്ന് രാവിലെ തണുത്തുപോയ മേഖലകളൊക്കെ ഇല്ലേ? ജീവിതത്തിൽ തോറ്റുപോയ സ്ഥലങ്ങളൊക്കെ ഇല്ലേ? ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു പോയി എന്ന് നിരാശപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഇല്ലേ? ഇന്ന് രാവിലെ ദൈവത്തോടൊന്ന് പറയാമോ? കർത്താവേ, എനിക്ക് ആ സെക്കൻഡ് ടച്ച് വേണം, എനിക്ക് ആ സെക്കൻഡ് ടച്ച് ഒന്ന് വേണം കർത്താവേ. എന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടി എന്നെ ഒന്ന് തൊടാമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ആലയത്തിൽ നിന്ന് മടങ്ങി പോകുന്നതിന് മുമ്പ് രണ്ടാമതൊരു സ്പർശനം തരാൻ കർത്താവിന് താല്പര്യമുണ്ട്. ഒരുപക്ഷെ ചിലതിന്റെ മേൽ രണ്ടാമതൊരു സ്പർശനത്തിന് ദൈവം കാത്തിരിക്കുന്നതിന് കാരണം നിന്റെ വിശ്വാസം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കേണ്ടതിനാ. എന്റെ ദൈവം എന്നെ തൊട്ടെന്ന് ആവർത്തിച്ചു പറയാൻ കഴിയുന്ന ഒരനുഭവമായി മാറേണ്ടതിനാ ഇന്ന് രാവിലെ ഒരു സെക്കൻഡ് ടച്ച് തരാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സ്പർശനം കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാവിലെ ആലയത്തിൽ വന്നിട്ടുണ്ട്. ഐ നീഡ് ദാറ്റ് സെക്കൻഡ് ടച്ച് ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ സ്പർശനം ഒന്ന് വേണം. ഞാൻ ഇതുവരെ കണ്ടതുപോലെയല്ല, എല്ലാം സ്പഷ്ടമായിട്ട് എനിക്കൊന്ന് കാണണം. ഞാൻ ഇതുവരെ അനുഭവിച്ചതുപോലെയല്ല, എനിക്ക് എന്റെ ദൈവത്തെ അതിന്റെ പ്രഭാവത്തോടെ അനുഭവിക്കണം. ഞാൻ ഇതുവരെ ശുശ്രൂഷിച്ചതുപോലെയല്ല, ഒരു പുതിയ തലത്തിലേക്ക് എന്റെ ശുശ്രൂഷ വളരാൻ എന്നെ ഒന്ന് തൊടണമെന്ന് എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ ഇതുവരെ ചെയ്തതുപോലെയല്ല, എന്റെ മേലൊരു സ്പർശനം ഇന്ന് രാവിലെ എന്റെ ദൈവം തരണം. ഞാൻ അതിനു വേണ്ടി ആഗ്രഹിക്കുക. കർത്താവേ, എന്നെ ഒന്നുകൂടെ തൊടണമെന്ന് പറയാമോ? താങ്ക് യു ജീസസ്. കർത്താവിന് ഒന്നുകൂടെ നമ്മളെ തൊടാൻ ആഗ്രഹമുണ്ട്. പക്ഷേ കർത്താവിനോട് ചോദിക്കാമോ, ലോർഡ് ക്യാൻ യു ടച്ച് മീ വൺസ് മോർ? എന്നെ ഒരിക്കൽ കൂടി ഒന്ന് തൊടാമോ എന്ന് ദൈവത്തോട് ഞാൻ ചോദിക്കാമോ? എനിക്ക് ആ സെക്കൻഡ് ടച്ച് വേണം കർത്താവേ. എന്റെ പ്രാർത്ഥനയിൽ ഒരു രീതി, അതിന്റെ രീതിക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ എനിക്കൊരു രണ്ടാമത്തെ സ്പർശനം വേണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവനാമത്തിന് മഹത്വമാകേണ്ടതിന് എന്നെ പ്രയോജനപ്പെടുത്താൻ രണ്ടാമത്തെ ഒരു സ്പർശനം ഇന്ന് എന്റെ പേര് നയിക്കണമെന്ന് പറയാമോ? എന്റെ ആത്മീക ജീവിതത്തിൽ ഒരു സടകുടൻ എഴുന്നേക്കാം, ഒന്നുകൂടി എന്നെ തൊടണമെന്ന് എത്ര പേര് ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കും. എനിക്ക് വേറൊന്നും വേണ്ട കർത്താവേ. ആത്മാവിന്റെ ഒരു അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് എന്റെ മേൽ ഇന്ന് രാവിലെ എന്റെ ദൈവം അയക്കണമെന്ന് ദൈവത്തോട് ചോദിക്കാനും പറയാനും എത്ര പേർക്ക് ആഗ്രഹമുണ്ട്. കർത്താവേ, അവിടുത്തെ ആത്മാവിന്റെ സ്പർശനം ഒരിക്കൽ കൂടെ എന്റെ
കർത്താവിന്റെ ഈ സ്പർശനം ഒന്നുകൂടെ ദൈവം തന്നാണ്. നിങ്ങൾ ആള് മാറിയവരെ പോലെ ഇവിടുന്ന് മടങ്ങിപ്പോ. നിങ്ങൾ ഞാനൊക്കെ ആള് മാറിയവരെ പോലെ മടങ്ങിപ്പോകും. ഭയമുള്ളവരുടെ ഭയമൊക്കെ ഇന്ന് രാവിലെ മാറിപ്പോകണം. ഭീതിയും നിരാശയൊക്കെ ഇന്ന് രാവിലെ മാറണം. എല്ലാ ആൻസൈറ്റിയും മാറണം. എല്ലാ ഡൗട്ടുകളും മാറണം. യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവത്താൽ ചിലത് നടക്കണമെന്ന് ഇന്ന് രാവിലെ വിശ്വസിച്ചുകൊണ്ട് പറയാം. കർത്താവേ, എന്നെ ഒന്ന് തൊഴണമെന്ന് പ്രാർത്ഥിക്കാമോ? എത്ര പേര് ഇന്ന് രാവിലെ അങ്ങനെ പ്രാർത്ഥിക്കാം? ഒരുപക്ഷെ ഇന്ന് വരെ ദൈവത്തിന്റെ കരം നിങ്ങളെ തൊടാൻ ഇടയായിട്ടില്ലെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു സ്പർശനം ഈ ആലയത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ കാര്യം നമ്മെ തൊടുന്നതിന് യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കാൻ ആരംഭിക്കട്ടെ. ഇതുവരെ മറുപടി കിട്ടാത്തത്, ഇതുവരെയും മറുപടി കിട്ടാത്ത വേദികളിൽ, ഇതുവരെയും ദൈവപ്രവൃത്തി കാണാത്ത വേദികളിൽ, ഇതുവരെയും മറുപടി ഇല്ലാതെ നിരാശയിൽ കഴിയുന്ന വേദികളിൽ യേശുവിന്റെ നാമത്തിൽ രണ്ടാമത്തെ ഒരു സ്പർശനം കർത്താവിന്റെ കരം അതിന്റെ മുഴു പ്രഭാവത്തോടെ ഈ പകലിൽ ഇറങ്ങി വരേണ്ടതിന് കർത്താവ് കരുണ ചെയ്യണ്ട. അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, കർത്താവിന്റെ രക്തത്താൽ ജയം. രാവിലെ ഞങ്ങളെ ഒരിക്കൽ കൂടെ തൊഴണം. നമ്മൾ ഒരുമിച്ച് ദൈവസഭയിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ദൈവമക്കൾ ഈ പകൽ ആത്മനിറവിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ ആത്മാവിനാലൊന്ന് സ്പർശിക്കണമേ. വെളിപ്പാടുകൾ, ദർശനങ്ങൾ, ആത്മവരങ്ങൾ ദൈവം നൽകേണ്ടതിന് എന്നെ ഇന്ന് രാവിലെ ഒന്നുകൂടെ സ്പർശിക്കണമെന്ന് ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കാമോ? കർത്താവേ, പരിഹാരമില്ലാത്ത മേഖലകളിൽ ഇന്ന് രാവിലെ പരിഹാരമുണ്ടാകാൻ എന്നെ ഒന്നുകൂടെ സ്പർശിക്കണമേ. എന്റെ തലമുറയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കാര്യം ഇന്ന് രാവിലെ അറിയുന്ന തുടരണമേ. എന്റെ ഭവനത്തിൽ ദൈവപ്രവൃത്തി നടക്കാൻ ഇന്ന് രാവിലെ രണ്ടാമത്തെ സ്പർശനം ഈ പകലിൽ സംഭവിക്കാൻ കർത്താവ് കരുണ ചെയ്യണമേ. സ്വർഗത്തിന് ഭൂമിക്ക് അധികാരം പ്രാപിച്ച നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ദൈവത്തിന് ജയം പ്രാപിക്കുന്ന പകരാവട്ടെ. അന്ധകാര വ്യാപാരങ്ങൾ അടിയറവ് പറയുന്ന പകരാവട്ടെ. പരമരങ്ങളെ വാലുകെട്ടി നിൽക്കുന്ന ദുഷ്ടന്റെ ആധിപത്യങ്ങൾ ഇന്ന് രാവിലെ ആയുധങ്ങളിലൊക്കെ രണ്ടാമത്തെ സ്പർശനം ഇതുവരെ കാഴ്ച അതിന്റെ ഭൂമിയിൽ കാണാൻ കഴിയാത്തവർ, ദൈവപ്രവൃത്തി അനുഭവിക്കാൻ കഴിയാത്തവർ ഒരിക്കൽ കൂടി ആ സ്പർശനം അത് അനുഭവിക്കട്ടെ. രോഗികളായി വന്നിട്ടുള്ളവരുണ്ടല്ലോ, ഇന്ന് രാവിലെ അവരെ ഒന്നുകൂടെ കർത്താവിന്റെ മുറിഞ്ഞ കരം വെച്ച ഒന്നുകൂടെ തുടരണമേ. കർത്താവേ, ശരീരത്തിൽ അത് അനുഭവിച്ചറിയാം വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് ഇന്ന് രാവിലെ ദൈവത്തിന്റെ കരം വെച്ച എന്റെ കർത്താവ് വിടുവിക്കണമേ. We worship you, Jesus. Glory, 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 glory. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഈ പകലിൽ ഇവിടെ നടക്കുക. ഓരോ സീസണിൽ ഓരോ ആയിരുന്നു ഇന്ന് രാവിലെ ദൈവമാവിന്റെ സ്പർശനം അതിന്റെ പ്രഭാവത്തോടെ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗിക്ക് നല്ല വൈദ്യന്റെ യേശുവ ഈ പകലിന്റെ അത്ഭുതങ്ങൾ ഇതിനകത്ത് നടക്കണം. ചെയ്ത യേശുവിന്റെ നാമത്തിൽ നടക്കണം. കർത്താവിന്റെ മഹത്വത്തിന് ദൈവപ്രവൃത്തി നടക്കണം. അങ്ങനെ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് വെളിപ്പെടട്ടെ. We worship you, Jesus. കർത്താവിന്റെ സ്തോത്രം, 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 സ്തോത്രം. എന്റെ കർത്താവ് തുടങ്ങുമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേർ? എനിക്ക് രണ്ടാമതൊരു സ്പർശനം വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേർ? നിരവധി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. താല്പര്യമുള്ളവർക്കൊക്കെ എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥന ആവശ്യമുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് മാറി നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്തദാസവർ എന്നോടൊന്ന് ചേർന്ന് നിൽക്കണമേ. ഒരുപക്ഷെ ഇന്ന് ഈ യോഗത്തിൽ നിങ്ങൾ വന്നപ്പോ എനിക്കറിഞ്ഞുകൂടെ നിങ്ങളുടെ ഹൃദയത്തെ മതിക്കുന്ന ഭാരമാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ.
പക്ഷെ നിങ്ങളെ അറിയുന്ന ദൈവത്തിന് അറിയാം നിങ്ങൾ എന്തിനു വേണ്ടിയാ കരയുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ച എന്താണെന്ന് വേറെ ആർക്കും അറിയില്ലെങ്കിലും നിങ്ങളുടെ ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ഞാൻ ഈ കാര്യം ഒരു ഉറപ്പ് തരികയാണ്, വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഇന്ന് രാവിലെ നിങ്ങൾക്കായി ദൈവം ഒരുക്കിയ ഒരു പകലായത്. കർത്താവേ, അങ്ങയുടെ ആ കരം വെച്ച് എന്നെ ഒന്ന് തൊടാമെന്ന് പ്രാർത്ഥിക്കാമോ? രണ്ടാമത്തെ സ്പർശനം എന്റെ പേരൊന്ന് തരണമെന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവിന്റെ ദാസനോടൊന്ന് ചേർന്ന് വരണമേ. നിങ്ങളുടെ താല്പര്യം മുന്നോട്ട് വന്നാൽ വർഷിപ്പ് ടീം ഇവിടെ കർത്താവിനെ ആരാധിക്കാൻ നമ്മെ സഹായിക്കുമോ? നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥനിൽ വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാം. താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. നമ്മൾ കർത്താവിന്റെ ദാസന്മാർ ഒരുമിച്ച് ദൈവസ്ഥനിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ ദൈവത്തിന് എന്നെ ഒന്ന് തോന്നണം. ഞാൻ അതിനുവേണ്ടി കൊതിക്കുന്ന കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒരു സ്പർശനം ഒരിക്കൽ കൂടി ഒന്ന് അനുഭവിക്കാം. ഞാൻ നിരാശനാണ്, എന്റെ ജീവിതത്തിൽ വേദനയുണ്ട്. കർത്താവേ, ഞാൻ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകണം? ഞാൻ എവിടെ ചെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നൊക്കെ ചോദിച്ചു നിരാശയോടെ കഴിഞ്ഞു കൊടുത്തവരാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവപ്പാവം പറയുന്നു, മുന്നോട്ടൊന്ന് വാ. നിങ്ങളെ കർത്താവിനൊന്ന് തൊടാൻ ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ ശുശ്രൂഷയുടെ വേദിയിൽ നിങ്ങളൊരു തോറ്റുപോയ വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ശുശ്രൂഷയുടെ വേദിയിൽ നിങ്ങൾ തളർന്നുപോയവരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരിക്കലുണ്ടായിരുന്ന ദൈവത്തിന്റെ അഭിഷേകം എന്നിൽ നിന്ന് ചോർന്നു പോയി. എന്നെ ഒന്ന് തൊടണം കർത്താവേ, ഒരിക്കൽ കൂടി എന്നെ ഒന്ന് തൊടണം. രാവിലെ ഞാൻ അതിനു വേണ്ടി കൊതിക്കുക. എന്നെ തൊടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവസ്ഥലം ഒന്ന് മുന്നോട്ട് വരാം. നമ്മൾ ഒരുമിച്ച് ദൈവത്തോട് ദൈവമായിട്ട് ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്താണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കണേ. ഇതിന്